അപ്പോൾ സോപ്പ് സ്റ്റുഡിയോയുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്ലിസറിൻ സോപ്പാണ്. അതായത് ക്യാരറ്റിൻ്റെ ഓയിൽ വെച്ചിട്ട് നമ്മൾ ഗ്ലിസറിൻ സോപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളതിലേക്ക് നല്ല സൾഫേറ്റ് ഫ്രീയും ഫാരമൻ ഫ്രീ ആയിട്ടുള്ള ബേസാണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ ഇവിടെ ഞാൻ തന്നെ സെറ്റ് ചെയ്ത ബേസ് കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വേറെ കുറേ ബേസുകൾ വന്നിട്ടുണ്ട്, നല്ല ബേസുകൾ വന്നിട്ടുണ്ട്. ആർക്കെങ്കിലും ഓർഡർ തരണം ആരെങ്കിലും പെട്ടെന്ന് തരണം കേട്ടോ, പെട്ടെന്ന് കഴിയും. ഓക്കെ, അപ്പോൾ അതിൻ്റെ റേറ്റുകളൊക്കെ ആരെങ്കിലും റേറ്റ് എത്രയാണെന്ന് അറിയുന്ന ആഗ്രഹമുള്ളവരൊക്കെ എന്നെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഞാനത് പറഞ്ഞുതരാം. മാക്സിമം വില കുറച്ച് നമുക്ക് തരാം. കൊറിയർ ചാർജ് വരുന്നത് നിങ്ങൾ തന്നെ പേ ചെയ്തിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയിലേക്ക് കിടന്നാലോ. ക്യാരറ്റിൻ്റെ സോപ്പ് ആകുമ്പോൾ നല്ല മുഖത്തിന് നല്ല ബ്രൈറ്റ്നസ്സും നല്ല കളറൊക്കെ കിട്ടും കേട്ടോ. എല്ലാവരും അപ്പോൾ ട്രൈ ചെയ്യുക. എന്നിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയിലേക്ക് പോയാലോ. വേണ്ട നല്ല ഡ്രൈ ആയിട്ടുള്ള ബേസാണ്, നല്ല ക്ലിയർ ബേസാണ്. അപ്പോൾ ആർക്കെങ്കിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നമുക്ക് അയച്ചു തരാം കേട്ടോ. ആ 100 കിലോനാണ് ഞാൻ ഇറക്കിയിട്ടുള്ളൂ. പിന്നെ പെട്ടെന്ന് സ്റ്റോക്കിന് ആൾക്കാർക്ക് തരാം. ഓക്കെ, നമ്മൾ ഉണ്ടാക്കുന്നത് ക്യാരറ്റിൻ്റെ സോപ്പായിട്ട് ഉണ്ടാക്കുന്നത്. നമ്മൾ ഉണ്ടാക്കിയ ബേസ് കൊണ്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നല്ല കട്ടിയുള്ള ബേസായിട്ടല്ലോ. നമ്മൾ ഉണ്ടാക്കിയ ചെറിയൊരു മഞ്ഞ നിറം കൊള്ളുണ്ട്. ഇത് കറക്റ്റ് ക്ലിയർ ബേസ് ആട്ടോ. അതാണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത്. ഇത് എത്ര ഗ്രാം ഉണ്ട് നോക്കാം നമുക്കത്. 400 ഗ്രാം കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ക്യാരറ്റിൻ്റെ സോപ്പ് ഉണ്ടാക്കാം. നല്ല കട്ടിയണ്ട. ചൂടാവട്ടെ കേട്ടോ. വെള്ളം നന്നായി മെൽറ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ബേസൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, കരിഞ്ഞ് നന്നായിട്ട്. ക്യാരറ്റിൻ്റെ എന്ത് ചേർക്കാം, ഓയിൽ ചേർക്കാം. ഓക്കെ, 1 കിലോയ്ക്ക് 50 മില്ലി. അപ്പോൾ നമ്മൾ 1/2 കിലോയ്ക്ക് 25 മില്ലി. അപ്പോൾ നമ്മൾ 4 സോപ്പ് എടുത്തിട്ടുണ്ട്. 4 സോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് 400 ഗ്രാമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ എത്ര ചേർക്കണം, 20 മില്ലി എക്സ്ട്രാക്ട് ചേർക്കാം. ഇനി നമുക്ക് അതിലേക്ക് എന്നിട്ട് വേണ്ടേ, വൈറ്റമിൻ ഇ വേണം. വൈറ്റമിൻ ഇ നമുക്ക് 1 കിലോയിലേക്ക് 5 തുള്ളി. അപ്പോൾ ഇതിലേക്ക് 2 ഡ്രോപ്സ് മതിട്ടാ. ഇനി നമുക്കായിരിക്കും വേണ്ടത് ഫ്രാഗ്രൻസ് ആണ്. നമുക്ക് മാങ്ങേര ഫ്രാഗ്രൻസ് കൊടുക്കാം. നല്ല പഴുത്ത മാങ്ങേര. ഒരു 5 മില്ലി, ഒരു മൂടി എന്ന് പറയുന്നത് 5 മില്ലിയാണ്. അപ്പോൾ നമ്മളൊരു 5 മില്ലിയും ഒരു 3/4. അപ്പോൾ 8 മില്ലി. 1 കിലോയിലേക്ക് നമുക്ക് 20 മില്ലി വരെ ആഡ് ചെയ്യാം കേട്ടോ. നല്ല പഴുത്ത മാങ്ങ മണം വേണ്ടിയിട്ടാണ്. 2 തുള്ളി ഓറഞ്ചിൻ്റെ, 1 കിലോയിലേക്ക് ഒരു 6 തുള്ളിക്ക് വേണ്ടു. നമ്മൾ ഓറഞ്ചിൻ്റെ കളർ കൊടുത്തു, ഫ്രാഗ്രൻസ് ഇട്ടു, വൈറ്റമിൻ ഇ ചേർത്തു. ഇനി നമുക്കൊന്നും ചേർക്കാനില്ല, നമുക്കിത് ഇറക്കി വയ്ക്കാം. നമ്മുടെ മോൾഡ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മോൾഡൊക്കെ ആൾക്കാർ എല്ലാവരും സെറ്റ് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, എന്താ കറക്റ്റായി. ഇത് ഈ മോൾഡ് എന്ന് പറയുന്നത് 100 മില്ലി അല്ല കേട്ടോ, 130 മില്ലി. അപ്പോൾ നമ്മൾ കുറച്ച് താഴ്ത്തി ഒഴിക്കുക. എന്താ റബ്ബിങ് ആൽക്കഹോൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ക്ലിയറായി. ഇനി നമുക്കത് ഒരു 3 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ മോൾഡിൽ നിന്ന് എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാരറ്റ് സൂപ്പ് റെഡി ആയിട്ട് കേട്ടോ. നല്ല സെറ്റായിട്ട് കേട്ടോ, നല്ല കട്ടിക്ക് ഉണ്ട് കേട്ടോ. അടിപൊളി സോപ്പ്. അതിൻ്റെ അല്ലേ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. ക്യാരറ്റ് സോപ്പ് അതിന് ഉണ്ടാക്കുന്നതുണ്ട്, ഗ്ലിസറിനിൽ എങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ. അതുപോലെ ഓയിലിൽ എങ്ങനെയാണ് അതിൻ്റെ എക്സ്ട്രാക്ട് എടുക്കണമെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട് ഓയിൽ സോപ്പിൽ. അതും നിങ്ങൾ കാണാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ബേസ്, അതായത് നമ്മുടെ ഞാൻ കാണിച്ചത് നമുക്ക് ബേസ് വേണമെങ്കിൽ കളറുകളോ ഫ്രാഗ്രൻസോ അതുപോലെ നമ്മുടെ ഒലിവ് ഓയിലിൻ്റെ സോപ്പുകളോ എന്ത് വേണമെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോ, നമുക്ക് ഞാൻ അയച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.